ബൽറാം, ഈ ഒരു സ്ഫോടനത്തിന് പിന്നാലെ രാജ്യത്ത് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് വിവിധ ഇടങ്ങളിൽ നൽകിയിരിക്കുന്നത്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലകളിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, ഈ സ്ഫോടനമുണ്ടായി മിനിറ്റുകൾക്കകം തന്നെ ഡൽഹി പോലീസിന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. സ്ഫോടനം നടന്ന ചെങ്കോട്ടയിൽ നിന്നും ഡൽഹിയിലെ പ്രധാന മാർക്കറ്റ് പ്രദേശം വരുന്ന കൊണാട്ട് പ്ലേസ് വരെയുള്ള ഇടങ്ങളിൽ പോലീസ് നിമിഷങ്ങൾക്കകം തന്നെ ബാരിക്കേഡുകൾ നിരത്തി പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഡൽഹിയിൽ ഇന്നലെ രാത്രി മുതൽ മുഴുവൻ റോഡുകളിലും ഡൽഹിക്ക് അകത്തേക്കും പുറത്തേക്കും പോകുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. പ്രധാന റോഡുകളിലെല്ലാം തന്നെ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഡൽഹിക്ക് പുറത്തേക്ക് ഈ കാറുമായി ബന്ധപ്പെട്ടുള്ള ട്രാക്കിംഗ് എത്തിയിരിക്കുന്നു. ഈ ഇടങ്ങളിലെല്ലാം തന്നെ അന്വേഷണം, പരിശോധന എന്നിവ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം രാജ്യവ്യാപകമായി നൽകിയിട്ടുണ്ട്. രാജ്യത്തെ തന്ത്രപ്രധാനമായ ഇടങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങൾ, ഇതോടൊപ്പം തന്നെ കൂടുതലായി സന്ദർശകർ എത്തുന്ന ഇടങ്ങൾ, അത് മാർക്കറ്റുകളും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും കൂടാതെ വിമാനത്താവളങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ അതിർത്തികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശുമായുള്ള അതിർത്തി മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൈന്യത്തിന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെയാണ് രാജ്യത്തെ ആരാധനാലയങ്ങളിൽ, പ്രത്യേകിച്ച് കൂടുതലായ ആളുകൾ എത്തുന്ന വലിയ ആരാധനാലയങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നിർണായകമായ തിരഞ്ഞെടുപ്പുകളും നടക്കുകയാണ്. ബീഹാറിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് 122 മണ്ഡലങ്ങളിലേക്ക്. ഒപ്പം തന്നെ രാജ്യത്തെ മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളുമായി 7 ഇടങ്ങളിലായി 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കൂടി ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഇന്ന് ജമ്മു കശ്മീരിലെ 2 ഇടങ്ങളിൽ ഉൾപ്പെടെയാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതീവ ജാഗ്രത നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിച്ചിരുന്നു. അതിനു പുറമെ ആവശ്യമെങ്കിൽ കൂടുതൽ സേനാ വിഭാഗത്തെ വിന്യസിക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ബന്ധപ്പെട്ടവർക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ചെങ്കോട്ടയും പരിസരവും ഉൾപ്പെടുന്ന മേഖലയിൽ മുഴുവനായും തന്നെ CISFനെ സുരക്ഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. CISF ആണ് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 8 മണി മുതൽ ഈ മേഖലയുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. ചെങ്കോട്ട പൂർണ്ണമായും ഈ CISFന്റെ വലയത്തിലാണ്. അതേസമയം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. സ്ഫോടനം ഉണ്ടാക്കിയ HR 26 എന്ന രജിസ്ട്രേഷനിൽ ആരംഭിക്കുന്ന കാർ, അത് അതിന്റെ ഉടമ ഇതുവരെ ആ കാർ കൈവശം വെച്ച ഉടമകളെ മുഴുവനായും തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഭൂരിഭാഗം പേരെയും ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കാർ സ്വന്തമാക്കിയത് ഒരു പുൽവാമ സ്വദേശിയാണ് എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഇയാൾ കഴിഞ്ഞ മാസമാണ് ഈ കാർ സ്വന്തമാക്കിയത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം ഡൽഹിയിൽ ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിൽ ഈ കാർ ഏതെല്ലാം CCTV ക്യാമറകളിൽ അല്ലെങ്കിൽ മറ്റ് ടോൾ പ്ലാസകളിലുള്ള ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പരിശോധിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ അത്തരത്തിൽ ലഭ്യമാകുന്ന മുഴുവൻ ദൃശ്യങ്ങളും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാർ ഏറ്റവും ഒടുവിലായി ഡൽഹിയിൽ സ്പോട്ട് ചെയ്തത്, ആദ്യമായി കണ്ടെത്തിയത് ഡൽഹിയിലെ ബദർപൂരിലാണ്. ജൂണിലായിരുന്നു ഈ കാർ ബദർപൂരിലെ ഒരു CCTVയിൽ ഈ കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്ഫോടനം നടന്നതിന് തൊട്ട് മുമ്പ് ഈ കാറിന്റെ നീക്കങ്ങൾ അതിൽ ദുരൂഹത വ്യക്തമാക്കുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിങ്ങിൽ 3 മണിക്കൂറിലേറെ ഈ കാർ സ്ഫോടനത്തിന് തൊട്ടു മുൻപായി നിർത്തിയിട്ടിരുന്നു എന്നാണ് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. വൈകിട്ട് 3:19 ഈ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിങ്ങിലേക്ക് ഈ കാർ എത്തുന്നു. 3 മണിക്കൂറിലേറെ ഈ കാർ ഇവിടെ നിർത്തിയിടുന്നു. 6:48 ഈ കാർ പാർക്കിങ്ങിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നു. ഏതാണ്ട് 3 പേർ ഈ സ്ഫോടനം നടന്ന സമയത്ത് അല്ലെങ്കിൽ പാർക്കിങ്ങിൽ നിന്നും പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ ഈ കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.